3 ജനറേഷനാണ് ആ ഫ്ലോറിൽ നിൽക്കുന്നത്. അതായത് ശ്യാമണ്ണക്ക് മിമിക്രിയുടെ വലിയ ടോപ്പില് അല്ല, മിമിക്രിയുടെ സീനിയർ ആൾക്കാരാണ്, അതിന്റെ ഏറ്റവും ജൂനിയർ. പിന്നെ സ്വാതന്ത്ര്യദിനം വരെ ആങ്കർ ചെയ്ത അവള്. ഫോട്ടോയുള്ള ചേച്ചി. അയ്യോ, എന്തായാലും ചേച്ചി തമാശകൾ ഒരുപാട് നിറഞ്ഞൊരു എപ്പിസോഡായിരുന്നു ഇന്ന്. അപ്പൊ എന്തായാലും നമുക്ക് കൺഫ്യൂഷൻസ് ഒരുപാടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ്, ഇന്നത്തെ മെയിൻ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്. ആരൊക്കെയാണ് ചേച്ചി? സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡിലാണ് ക്ലാരിറ്റി കുറച്ചുകൂടി ക്ലിയർ. സൂപ്പർ. ബിക്കോസ് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് നമ്മുടെ ഈ ചെറിയ വാവകൾക്കാണ്, 2 പേർക്കാണ്. വരട്ടെ, അവിടെ വരട്ടെ. ഓക്കെ, കരനിറയെ പണമൊഴുകണ കളി, പറന്നിറയേണ്ട ചുരി ചുരി പല ചുരി ദ്രുതതുണ്ടന താളത്തിൽ ഞാൻ. അപ്പൊ നമ്മുടെ തനയും തൻവികയ്ക്കാണ് ഇന്നത്തെ സമ്മാനങ്ങൾ മൊത്തം ലോട്ടറി പോലെ അടിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ശ്വേത ചേച്ചി, ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, തനെ ആൻഡ് തൻവിക. അതുപോലെ തന്നെ വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു അഗൈൻ തനെ ആൻഡ് തൻവിക. ചിരിക്കളിയാ. ഇതെന്തിനാ തന്നത് കിട്ടിയതെന്ന് ഇവർക്ക് മനസ്സിലായോ എന്തോ? തൻവിക്ക് മനസ്സിലായോ മോളെ ഇതെന്തിനാ തന്നതെന്ന്? എന്തിനാ ഈ സമ്മാനം? സമ്മാനം കിട്ടിയേ അല്ല എന്നെ ചെയ്തി. അയ്യോടാ. അപ്പൊ ഇനിയും സൂപ്പറാക്കി ചെയ്യില്ലേ? ആ അളിയാ, ഓക്കെ അല്ലേ അളിയാ? ക്യൂട്ടി ദ ഹാൻഡ് വാഷിന്റെ ഹാൻഡ് വാഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്. അവിടെയാണെങ്കിൽ പല്ല് തേക്കാനുള്ള പേസ്റ്റ് ഉണ്ട്. മക്കളെ കുളിക്കണം, കൈ കഴുകണം, പല്ല് തേക്കണം, ഇവരോ ചെയ്യുന്നില്ല. നിങ്ങൾ എല്ലാം അടിപൊളി. അപ്പൊ എന്തായാലും പുതിയൊരു വർഷം, എല്ലാവരും ഇനി പുതിയൊരു വർഷം സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പാട്. മക്കൾക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ടീച്ചേഴ്സിനും. കാരണം നിങ്ങൾ ഗംഭീരമായിരുന്നു. കാരണം നിങ്ങൾ എടുക്കുന്ന എഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഈ ഒരു നിലയിൽ എത്തുന്നത്. കുട്ടിക്കാലം മുതലേ ഞങ്ങൾക്ക് തരുന്നൊരു ട്രെയിനിങ്, സപ്പോർട്ട്, എവിടെ പോയാലും എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ നമ്മൾ വീട്ടിനെക്കാട്ടിലും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളിലാണ്. അപ്പോൾ ടീച്ചേഴ്സാണ് ഞങ്ങളുടെ അമ്മമാര്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇനി വരാൻ പോകുന്ന, ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ പോകുന്ന എല്ലാ മക്കൾക്കും അടിച്ചു പൊളിക്കുക. ഇനി ലൈഫ് അങ്ങോട്ടേക്ക് സെറ്റാണ്. എലീന, നമ്മുടെ ടീച്ചർമാരൊക്കെ കണ്ടപ്പോഴേ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ടായിരുന്നു. ഭാവിയിലെ മുൻകരുതൽ എന്നുള്ള രീതിക്കാണ്. അതായത് ഈ ഗർഭിണികളാകുന്ന സ്ത്രീകൾക്ക് നമ്മുടെ അംഗൻവാടി വഴി ഒരുപാട് പരിരക്ഷ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് കേട്ടു. അപ്പം അതെന്തൊക്കെയായിരുന്നു? പോഷകാഹാരങ്ങൾ. അതെ അതെ അതെ, അവൾക്ക് ചോദിക്കാം. ഞാനാണെങ്കിലും എനിക്കും എലിക്കും ശ്രീവിദ്യക്കും കൂടെ ചേർത്ത് ഭാവിയിൽ വേണമെങ്കിൽ മൃദുലയ്ക്ക് ഒന്നും കൂടെ ചോദിക്കുന്നത്. എനിക്ക് ഓൾറെഡി കിട്ടി. എനിക്ക് ഇപ്പൊ തന്നെ അംഗൻവാടിയിൽ ഇനി അമൃതം പൊടി തരില്ല എന്നും പറഞ്ഞ് കേട്ടിട്ടില്ല. പിന്നെയാ അംഗൻവാടിയിൽ അമൃതം പൊടി വെച്ച് പുട്ടവിച്ചു. ഇതൊക്കെ ഉള്ളതാണോ ചോദിക്കട്ടെ? ടീച്ചറെ, ഉള്ളതാണോ ഈ പറയുന്നതൊക്കെ കാര്യങ്ങള്? നമസ്കാരം, എൻ്റെ പേര് ഗീതാകുമാരി. ഞാൻ ഏഴംകുളം പഞ്ചായത്തിലെ 11 നമ്പർ അംഗൻവാടിയിലെ ടീച്ചറാണ്. ഇപ്പോൾ ഗർഭിണികളുടെ കാര്യം ചോദിച്ചത്, നമ്മൾ ഒരു പെൺകുട്ടി ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഭവന സന്ദർശനം നടത്തും. നമ്മളവരെ രജിസ്റ്റർ ചെയ്യും. നേരത്തെയൊക്കെ നമ്മുടെ രജിസ്ട്രേഷൻ നമ്മുടെ മാനുവലായിട്ട് നമ്മുടെ രജിസ്റ്ററിനകത്ത് നമ്മൾ എഴുതി ചേർക്കുകയായിരുന്നു. ഇപ്പോഴതിന് വ്യക്തമായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, പോഷൻ ട്രാക്കർ. അതിനകത്ത് നമ്മുടെ ആധാർ അടിച്ച് അതുപോലെ തന്നെ EKYC ഒക്കെ ചെയ്തതിന് ശേഷം അവരുടെ ഫോട്ടോ ഒക്കെ ക്യാപ്ചർ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അവരെ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ ആ ഗർഭാവസ്ഥയെക്കുറിച്ചുള്ള അവയർനെസ് ഒക്കെ അവർക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ അവരുടെ ഗർഭാവസ്ഥയിലുള്ള കുത്തിവയ്പ്പുകളെക്കുറിച്ചൊക്കെ അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ സർക്കാരിൽ നിന്ന് നമുക്ക് PMMVY എന്നൊരു പദ്ധതിയുണ്ട്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന. അതും പ്രകാരം ഒരു സ്ത്രീയുടെ ആദ്യത്തെ ഗർഭത്തിൽ, അതായത് ആദ്യം പ്രസവിക്കുന്നത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദ്യത്തെ പ്രസവത്തിൽ അവർക്ക് 5000 രൂപ ധനസഹായമുണ്ട്. അത് ഗവൺമെന്റ് ജോലിയുള്ള ഗർഭിണിയാണെങ്കിൽ ആ ആനുകൂല്യത്തിന് അർഹയല്ല. അല്ലാന്ന് അങ്ങനെയുണ്ട്. പിന്നെ ഭർത്താവോ അല്ലെങ്കിൽ മറ്റു കുടുംബത്തിലുള്ള ആർക്കോ ജോലി ഉണ്ടെങ്കിൽ അത് ബാധകമല്ല. പിന്നെ അതിനുശേഷം പിന്നെ രണ്ടാമത്തെ പ്രസവത്തിൽ പെൺകുട്ടിയാണെങ്കിൽ മാത്രം, ഗേൾ ചൈൽഡ്, അതിന് മാത്രം 6000 രൂപ ധനസഹായമുണ്ട്. 5000 രൂപ എല്ലാ മാസം കൊടുക്കൂ? ഒറ്റ തവണ.
അവൻ നോക്കിയപ്പോ എന്റെ സീരിയസ് ആയിട്ടുള്ള സംശയമാണ്. ഇപ്പൊ നമ്മുടെ വീട്ടില് ഗവൺമെന്റ് ഉദ്യോഗസ്ഥര് റിട്ടയർ ആയവരാണുള്ളെങ്കിൽ കിട്ടുവോ? റിട്ടയർഡ് ആയവർക്കും പെൻഷൻ ഉണ്ടല്ലോ, സർക്കാർ പെൻഷൻ ആണല്ലോ. എന്റെ അമ്മായി അമ്മ രക്ഷപ്പെട്ടു guys. ലക്ഷണം വെച്ച് നോക്കുമ്പോ എനിക്കാണ് 5000 അടിക്കാനുള്ള എനിക്കും chance കാണുന്നത്. അതിനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് അറിയോ, ഒരു 5000 രൂപയ്ക്ക് വേണ്ടി എന്തൊക്കെ റിസ്ക് 5000 പ്രഗ്നന്റ് ആവാൻ റെഡിയാണ്. അല്ല, വേറെ കാര്യം ഞാൻ പറയട്ടെ, എനിക്ക് തോന്നുന്നു ഈ ഏഴംകുളത്തെ ആ 5000 രൂപ മേടിക്കാൻ ഞാൻ ചെല്ലുമ്പോൾ നിങ്ങളാണെങ്കിലൊക്കെ ആയിരിക്കും. പിന്നീട് അവർക്ക് പോഷകാഹാര പദ്ധതികളുണ്ട്. അത് എല്ലാ മാസവും അംഗൻവാടിയിൽ നിന്ന് എന്താണോ ആ മാസം കിട്ടുന്ന പോഷകാഹാരം അത് പിന്നെ സെർവ് ചെയ്യാറുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഗർഭിണികൾക്ക് വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. ഈ ഓൺലൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും ചെയ്യുന്നത്, അതോ നമുക്ക് ഓൺലൈനിൽ ആക്സസ് ചെയ്യാവുന്നതാണോ? നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അതെ, നമ്മുടെ തന്നെ ഫോണിനകത്ത് പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനകത്ത് തന്നെയാണ് ആ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല കാര്യം. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ കുട്ടിയുടെ ജനനം തൊട്ട് ഇവര് നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. വളരെ നല്ല കാര്യം. നമ്മൾ ശരിക്കും തമാശയായിട്ട് പറഞ്ഞെങ്കിൽ എത്രയോ പേർക്ക് എത്ര സഹായമാവുന്ന ഒരു തീർച്ചയായിട്ടും പദ്ധതി നമുക്കും വേണ്ടി വരും. അതെ അതെ. അപ്പൊ എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ അറിയാൻ പറ്റി. അത് ശരിക്കും നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഇനിയും വരണം. ഇനിയും നമുക്ക് ഇതുപോലെ ഇരുന്ന് ചിരിച്ച്, എന്തായാലും സ്കൂളിൽ പോയി നിങ്ങൾ ടെൻഷൻ അടിക്കും, ഓ മക്കളെ മിണ്ടാണ്ടിരിക്കുന്നു പറയില്ലേ, ഇവിടെ അങ്ങനത്തെ ഇല്ല. ഇവിടെ ചിരിയാണ് ഫുൾ. ഇപ്പൊ ഒരു എപ്പിസോഡ് കൂടെ നമ്മൾ അടിച്ചു പൊളിക്കില്ലേ? ഏഴംകുളം ടീച്ചേഴ്സ് റെഡിയാണോ? അതാണ്. അപ്പൊ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ചേച്ചി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അതിന്റെ മുമ്പ് മക്കള് മാത്രമല്ല എല്ലാവരും ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഇത് പറഞ്ഞുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്ന അടുത്ത ദിവസം കാണാം. ബൈ ബൈ.